Welcome students, welcome today to my new video. Foucalt's pendulum. This is the continuation of my last video on introduction to Foucalt's pendulum. To the next slide. For instance, a Foucalt pendulum at the North Pole, you consider. The precession is obviously an artifact. The plane of motion stays fixed while the Earth rotates beneath it. The plane of the pendulum remains fixed related to the fixed stars. Why should this be? How does the pendulum know that it must swing in a plane which is stationary relative to the fixed stars instead of, say, in a plane which rotates at some other rate? It's a very interesting question about the Foucalt's pendulum. For example, ഉത്തരധ്രുവത്തിൽ ഒരു Foucalt's pendulum കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ആ ഉത്തരധ്രുവത്തിലെ Foucalt's pendulum പ്രോസസ് ചെയ്യുന്നതായും 24 മണിക്കൂർ കൊണ്ട് പ്രൊസഷണൽ മോഷൻ ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കും. അതേസമയത്ത് ഇനേർഷ്യൽ സ്റ്റാറിൽ നിന്നും ദൂരിൽ നിന്ന് സ്റ്റാറിൽ നിന്നും നോക്കുമ്പോൾ അതേ Foucalt's pendulum ഫിക്സഡ് ആയിട്ട് കാണാൻ സാധിക്കും. ഇത് ഒരു മിസ്റ്റോറിയസ് ക്വസ്റ്റ്യന് ഒരു തുടക്കമിടുന്നു. എങ്ങനെയാണ് Foucalt's pendulumത്തിന് മനസ്സിലാവുക? ദാറ്റ് ഇറ്റ് മസ്റ്റ് സ്വിങ് എ പ്ലെയിൻ വിച്ച് ഇസ് സ്റ്റേഷനറി. സ്റ്റാർസിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേഷനറി ആയിട്ടും ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അത് ഫിക്സഡ് ആയിട്ടും swing and a plane's Foucalt's pendulum എങ്ങനെ മനസ്സിലായി എന്നുള്ളതാണ്. And this question puzzled Newton, who described it in terms of the following experiment. If a bucket contains water at rest, the surface of the water is flat. If the bucket is set spinning at steady rate, the water at first lags behind, but gradually as the water's rotational speed increases, the surface takes on the form of a parabola of revolution. And ഈ ചോദ്യം ന്യൂട്ടനെയും അത്ഭുതപ്പെടുത്തി. പസിൽഡ് ന്യൂട്ടൺ, ഹു ഡിസ്ക്രൈബ്ഡ് ഇറ്റ് ഇൻ ദ ടേംസ് ഓഫ് ദ ഫോളോയിങ് എക്സ്പെരിമെന്റ്. അതിനെ വിശദീകരിക്കാൻ ഒരു എക്സ്പെരിമെന്റ് പറയുകയുണ്ടായി. ഇഫ് എ ബക്കറ്റ് കണ്ടെയ്ൻസ് വാട്ടർ അറ്റ് റെസ്റ്റ്, ഒരു ബക്കറ്റിൽ വെള്ളമുണ്ട്, ആ ബക്കറ്റ് റെസ്റ്റിലാണ്, അനങ്ങാതിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ദ സർഫസ് ഓഫ് വാട്ടർ ഇസ് ഫ്ലാറ്റ്. ആ വെള്ളത്തിന്റെ മുകളിലത്തെ പ്രതലം ഫ്ലാറ്റ് ആയിരിക്കും. ഇതേ ബക്കറ്റ് സ്പിന്നിങ് അറ്റ് ദ സ്റ്റഡി റേറ്റ്, ഒരേ സ്പീഡിൽ അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ദ വാട്ടർ അറ്റ് ഫസ്റ്റ് ലാഗ്സ് ബിഹൈൻഡ്, ബട്ട് ഗ്രാജുവലി ആസ് ദ വാട്ടേഴ്സ് റൊട്ടേഷണൽ സ്പീഡ് ഇൻക്രീസസ് ദ സർഫസ് ടേക്സ് ഓൺ ടു ദ ഫോം ഓഫ് എ പരാബോള ഓഫ് റെവല്യൂഷൻ. അതേസമയത്ത് ഈ വെള്ളത്തിൻ്റെ ഈ ബക്കറ്റിൻ്റെ സ്പീഡ് കൂടുകയാണെങ്കിൽ, റൊട്ടേഷണൽ സ്പീഡ് കൂടുകയാണെങ്കിൽ അത് ഒരു പരാബോള ആയി മാറുകയും ചെയ്യും. സോ ആസ് ലോങ് ആസ് ദ വാട്ടർ റൊട്ടേറ്റ്സ്, ദ സർഫസ് ഇസ് ഡിപ്രസ്ഡ്. Newton concluded that rotational motion is absolute, but since by observing the water surface it is possible to detect rotation without reference to the outside objects. അതായത് വെള്ളം കറങ്ങിക്കൊണ്ടിരിക്കുന്നിടത്തോളം സമയം സർഫസ് ഇസ് ഡിപ്രസ്ഡ്. സർഫസ് ഡിപ്രസ് ചെയ്ത്, അതായത് സർഫസിന് ഫ്ലാറ്റ് അല്ലാതായി മാറും. അതുകൊണ്ട് ന്യൂട്ടൺ കൺക്ലൂഡ് ചെയ്തത് ദ റൊട്ടേഷണൽ മോഷൻ ഇസ് അബ്സല്യൂട്ട്. Since by observing the water surface it is possible to detect rotations without reference to outside. അപ്പോൾ പുറത്തുള്ള ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യാതെ തന്നെ വാട്ടറിന്റെ സർഫസ് നോക്കിക്കൊണ്ട് തന്നെ ആ ഫ്രെയിം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. Suppose if the bucket is suddenly stopped, the concavity of the water surface persists for some time. It is evidently not motion relative to the bucket that is important in determining the shape of the liquid surface. സപ്പോസ് ബക്കറ്റ് പെട്ടെന്ന് നിർത്തിയാൽ ആ വെള്ളത്തിൻ്റെ സർഫസ് പ്രതലം കുറച്ച് സമയം ആ കോൺകേവിറ്റി, പരാബോളിക് സർഫസ് മെയിൻറ്റെയിൻ ചെയ്യും. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ദ മോഷൻ റിലേറ്റീവ് ടു ദ ബക്കറ്റ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഡിറ്റർമിനിങ് ദ ഷേപ്പ് ഓഫ് ദ ലിക്വിഡ് സർഫസ്. അതുകൊണ്ട് ലിക്വിഡ് സർഫസിൻ്റെ ഷേപ്പ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് നോട്ട് ദ മോഷൻ ഓഫ് ദ വാട്ടർ റിലേറ്റീവ് ടു ദ ബക്കറ്റ്, നോട്ട് ഓൺലി ദാറ്റ്. നെക്സ്റ്റ് സ്ലൈഡ്. From one point of view, there is really no paradox to the absolute nature of rotational motion. The principle of Galilean invariance asserts that there is no way to detect locally the uniform translational motion of a system. ഒരു ദിശയിൽ നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു കുഴപ്പവും നമ്മൾ കാണുന്നില്ല. അതായത് റൊട്ടേഷണൽ മോഷൻ കറക്കത്തിന് അബ്സല്യൂട്ട് ആണ്. ദാറ്റ് ഈസ് ദർ ഈസ് നോ നീഡ് ഓഫ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നതിന് അബ്സല്യൂട്ട് നേച്ചർ എന്ന് പറയുന്നത്. ദ പ്രിൻസിപ്പിൾ ഓഫ് ഗലീലിയൻ ഇൻവേരിയൻസ് അസേർട്സ് ദാറ്റ് ദർ ഈസ് നോ വേ ടു ഡിറ്റക്ട് ലോക്കലി. ആ ഗലീലിയൻ ഇൻവേരിയൻസിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂണിഫോം ട്രാൻസ്ലേഷൻ മോഷൻ ഓഫ് എ സിസ്റ്റം ലോക്കലി ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ഓൺലി വിത്ത് റെസ്പെക്ട് ടു ദ റെഫറൻസ് ഫ്രെയിം ഓൺലി യു ക്യാൻ ഡിറ്റക്ട് എ
translational motion. However, this does not limit our ability to detect the acceleration of a system. A rotating system accelerates in a most non-uniform way. For at every point, the acceleration is directed outwards the axis of rotation. The acceleration points out the axis. എല്ലാ ഓരോ പോയിന്റിലും ആക്സലറേഷൻ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നും പുറത്തേക്ക് റേഡിയൽ ഔട്ട്വേർഡ് ആണ്. Our ability to detect such an acceleration in no way contradicts Galilean invariance. നമ്മളുടെ കഴിവ്, ഈ ആക്സിലറേഷൻ ഡിറ്റക്ട് ചെയ്യാനുള്ള നമ്മുടെ ഈ ഫൂക്കോൾട്ട് പെൻഡുലത്തിന്റെ കഴിവ്, അതുകൊണ്ട് ഗലീലിയൻ ഇൻവേരിയൻസിനെ ഒരിക്കലും നമ്മൾ കോൺട്രഡിക്റ്റ്, അതിനെ തെറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നില്ല എന്ന് വേണം നമ്മൾക്ക് മനസ്സിലാക്കാൻ. എന്നിരുന്നാലും അവിടെ വീണ്ടും ഒരു ചോദ്യം ഉയർന്നുണ്ട്. Nevertheless, there is an enigma. Both the rotating bucket and Foucalt pendulum maintain their motion relative to the fixed stars. ഈ കറങ്ങുന്ന ബക്കറ്റും ഫൂക്കോൾട്ട് പെൻഡുലും ഫിക്സഡ് സ്റ്റാർസിനെ സംബന്ധിച്ചിടത്തോളം, ഫിക്സഡ് സ്റ്റാർ ഒരു ഇനേർഷ്യൽ ഫ്രെയിമാണ്. ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്നും റൊട്ടേറ്റ് ചെയ്യുന്ന ഫ്രെയിമിലെ ഒരു മോഷൻ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് ഒരിക്കലും കോറിയോളിസ് ഫോഴ്സ് ഒബ്സർവ് ചെയ്യില്ല. കോറിയോളിസ് ഫോഴ്സ് ഒബ്സർവ് ഈസ് felt only for rotating frame of reference. Since the star is an inertial frame, you cannot feel the presence of Coriolis force in bucket of water or in Foucalt pendulum. എങ്ങനെയാണ് ഈ സ്റ്റാറിൽ നിന്നും ഈ ബക്കറ്റിനെയും ഫൂക്കോൾട്ട് പെൻഡുലത്തിനെ നോക്കുമ്പോൾ അവിടെ കോറിയോലിസ് ഫോഴ്സോ അല്ലെങ്കിൽ ഈ പ്രൊസഷണൽ മോഷനോ അല്ലെങ്കിൽ ബക്കറ്റിലെ റൊട്ടേറ്റിംഗ് ഫ്ലാറ്റ് സർഫസ് മാറി concave surface ആകാതിരിക്കുന്നത് എങ്ങനെയാണ്? How does it able to maintain? How do the fixed stars determine an inertial system? What prevents the plane of pendulum from rotating with respect to the fixed stars? ആരാണ് ഈ പെൻഡുലത്തിന്റെ പ്ലെയിന് തടയുന്നത് ഫ്രം റൊട്ടേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ദ ഫിക്സഡ് സ്റ്റാർ? എന്തുകൊണ്ട് പ്രോസസ് ചെയ്യാതെ തടയുന്നത്? ഇനേർഷ്യൽ സ്റ്റാറിൽ നിന്നും ഫൂക്കോൾട്ട് പെൻഡുലത്തിനെ പ്രോസസ് ചെയ്യാതെ തടയുന്നത് ആരാണ്? Why is the surface of water in the rotating bucket flat only when the bucket is at rest with respect to the fixed star? എന്തുകൊണ്ടാണ് കറങ്ങുന്ന ബക്കറ്റിലെ വെള്ളത്തിന്റെ പ്രതലം ഫ്ലാറ്റ് only when the bucket is rest with respect to the fixed star? Ernst Mach, who in 1883 wrote up the first incisive critique of Newtonian physics, put the matter in this way. Suppose that we keep a bucket of water fixed and rotate all the stars. നമ്മൾ ഇങ്ങനെ തിരിച്ചു ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾ വെള്ളവും ബക്കറ്റും ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് സ്റ്റാർസിനെ റൊട്ടേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ക്രിട്ടിക് ഓഫ് ദ ന്യൂട്ടോണിയൻ ഫിസിക്സ്. ന്യൂട്ടോണിയൻ ഫിസിക്സിന് ഒരു ക്രിറ്റിസിസം. Physically, there is no way to distinguish this from the original case. Where the bucket is rotated, we expect the surface of the water to again assume a parabolic shape. Apparently, the motion of the water in the bucket depends on the motion of the matter far off in the universe. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല ബക്കറ്റിനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് സ്റ്റാർസിനെ റൊട്ടേറ്റ് ചെയ്താൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇപ്പം നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഫീൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, ഫിസിക്കലി ദർ ഈസ് നോ വേ ടു ഡിസ്റ്റിംഗ്വിഷ് ഫ്രം ദ ഒറിജിനൽ കേസ് വേർ ദ ബക്കറ്റ് ഈസ് റൊട്ടേറ്റഡ്. അതായത് യഥാർത്ഥത്തിൽ ബക്കറ്റിനെ റൊട്ടേറ്റ് ചെയ്യുന്ന കേസിൽ നിന്നും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനുള്ള ഒരു വഴി ഫിസിക്കൽ മെക്കാനിസം ഇല്ല. We expect the surface of the water to again assume a parabolic shape. നമ്മൾ വീണ്ടും ആ സർഫസ് ഓഫ് വെള്ളത്തിന്റെ പ്രതലം പരാബോളിക് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു സ്റ്റാർസിനെ കറക്കുമ്പോൾ. അപ്പാരന്റ്ലി, പക്ഷെ യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് the motion of the water in the bucket depends on the motion of the matter far off in the universe. To put it more dramatically, for example, ഇതൊന്നും കൂടെ വിശദമായി സംസാരിക്കുകയാണെങ്കിൽ, suppose that we eliminate the stars one by one until only our bucket remains. What will happen now if we rotate the bucket? ഇപ്പോൾ നമ്മൾ ഓരോ സ്റ്റാർസിനെ ഒഴിവാക്കി, ഇല്ലാതാക്കി, ഓരോന്നായിട്ട് സ്റ്റാർസിനെ എല്ലാം ഒഴിവാക്കി അവസാനം നമ്മുടെ ബക്കറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ നമ്മൾ ബക്കറ്റിനെ കറക്കിയാൽ എന്ത് സംഭവിക്കും? There is no way for us to predict the motion of the water in the bucket. The inertial properties of space might be totally different. ഇപ്പോൾ നമുക്ക് ഒരു ഇനേർഷ്യൽ ഫ്രെയിം, ഒരു സ്റ്റാർ ഉണ്ടായിരുന്നത് പോലെ ഇപ്പോൾ നമുക്കൊരു ഇനേർഷ്യൽ ഫ്രെയിം ഇല്ല. പക്ഷേ നമുക്ക് ആ വാട്ടർ ഇൻ ദ ബക്കറ്റിന്റെ മോഷൻ പ്രിഡിക്റ്റ് ചെയ്യാൻ നമുക്ക് ഒരു വഴിയുമില്ല. ദാറ്റ് മീൻസ് the space has changed. The inertial property of the space might be different.
ഇപ്പോൾ കാണുന്ന അവസ്ഥയിലല്ല ഇനേർഷ്യൽ പ്രോപ്പർട്ടി ഓഫ് സ്പേസ് പിന്നെ ഉണ്ടാകുന്നത്. വി ഹാവ് എ മോസ്റ്റ് പെക്യൂലിയർ സിറ്റുവേഷൻ. വേറെ ഒരു വളരെ രസകരമായ ഒരു സിറ്റുവേഷൻ ഉണ്ട്. The local properties of space depends on far off matter, yet when we rotate the water, the surface immediately starts to deflect. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the local properties of space depend on far off matter. ഒരു പ്രത്യേക സ്ഥലത്തിലെ സ്പേസ്, ആ സ്പേസിലെ ഇനേർഷ്യൽ പ്രോപ്പർട്ടീസ് എന്ത് സംഭവിക്കുന്നു? ഡിപ്പെൻഡ് ഓൺ ഫാർ ഓഫ് മാറ്റർ. വളരെ അകലെയുള്ള ഒരു സ്റ്റാർ പോലെയുള്ള ഒരു സാധനത്തിന്റെ മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. Yet when we rotate the water, the surface immediately starts to deflect. എന്നിരുന്നാലും നമ്മൾ ഒരു ബക്കറ്റും വെള്ളവും കറക്കാൻ തുടങ്ങുമ്പോൾ the surface immediately starts, ഉടനെ തന്നെ ആ സർഫസ് ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങുന്നു. The surface of the water starts to deflect. There is no time for signals to travel to the distant stars and return. How does the water in the bucket know what the rest of the universe is doing? A $1 million question. It's a very interesting question. ഇവിടെ നിന്ന് സാറ്റലൈറ്റ് വഴി ഒരു ഫോണിൽ നിന്നും സിഗ്നൽ ഒരു സ്ഥലത്തു നിന്നും സാറ്റലൈറ്റ് വഴി വേറൊരു രാജ്യത്തിലേക്ക് പോയി വരാനുള്ള സിഗ്നലോ സമയമോ ഒന്നും തന്നെ ഇല്ല. എങ്ങനെയാണ് ബക്കറ്റിന് മനസ്സിലാകുക ദ റെസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സ്, അതിന് ചുറ്റുമുള്ള പ്രപഞ്ചത്തിലെ മറ്റു വസ്തുക്കൾ എന്താണ് ചെയ്യുന്നതെന്ന് അപ്പോസ്ട്രോഫി നോ അറിയാൻ സാധിക്കുക? യഥാർത്ഥത്തിൽ അതിനനുസരിച്ച് ആ ബക്കറ്റിന്റെ സ്വഭാവം, വെള്ളത്തിന്റെ സ്വഭാവം മാറുന്നത്. ദർ ഇസ് നോ ടൈം, ദർ ഇസ് നോ അവൈലബിലിറ്റി ഓഫ് സിഗ്നൽസ്. There is no passage of information from the bucket to the star and then from the star to the bucket. And how does the bucket comes to know that how to behave how does the water in bucket knows that how to change the property according to the motion of the rest of the universe? So that this principle that the inertial properties of space depend on the existence of far off matter is known as Mach's principle. ഈ തത്വം, അതായത് ഇനേർഷ്യൽ പ്രോപ്പർട്ടീസ് ഓഫ് സ്പേസ്, ഒരു സ്പേസിന്റെ ഇനേർഷ്യൽ പ്രോപ്പർട്ടീസ്, അതായത് ദ ലോ ഓഫ് ഇനേർഷ്യ, അതുപോലെ തന്നെ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസിന്റെ സ്വഭാവം, ആ സ്പേസിന്റെ ഈ ഒരു സ്വഭാവം ഡിപ്പെൻഡ്സ് ഓൺ ദ എക്സിസ്റ്റൻസ് ഓഫ് ഫാർ ഓഫ് മാറ്റർ. വളരെ ദൂരെയുള്ള സ്റ്റാറുകൾ പോലെയുള്ള മാസ് എക്സിസ്റ്റ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിനെയാണ് മാക്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. This principle is accepted by many physicists, but it can lead to strange conclusions. For instance, there is no reason to believe that matter in the universe is uniformly distributed around the Earth. The solar system is located well out in the limb of our galaxy, and the matter in our galaxy is concentrated predominantly in a very thin plane. You see, ഈ പ്രപഞ്ചത്തിലെ matter, അതായത് matter means the mass is uniformly distributed around the Earth. ഭൂമിക്ക് ചുറ്റും യൂണിഫോം ആയിട്ടാണ് ഒരേ രീതിയിലാണ് സമാന്തരമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതിന് ഒരു തെളിവുമില്ല, അതിനൊരു കാരണവുമില്ല. യഥാർത്ഥത്തിൽ സൗരയൂഹം, ദ സോളാർ സിസ്റ്റം ഇസ് ലൊക്കേറ്റഡ് വെൽ ഔട്ട് ഇൻ ദ ലിംബ് ഓഫ് അവർ ഗാലക്സി. നമ്മുടെ ഗാലക്സി, മിൽക്കി വേ ഗാലക്സിയുടെ ഒരു ലിംബിൽ മാത്രമാണ് ഈ സോളാർ സിസ്റ്റം. it's only a very small part of our galaxy, our solar system, and the Earth is also a very small part of the solar system, and we cannot think or we cannot imagine that the Earth is the center of the entire universe. There is no reason for that to think, and in fact the matter in our galaxy is concentrated predominantly in a very thin plane. Moreover, വേറെ ഒന്നും കൂടി അതിശയകരമായ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ ഗാലക്സിയിലെ മാറ്റർ എന്ന് പറയുന്നത് ഗാലക്സിയിലെ എല്ലാ സ്ഥലത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുമില്ല, വളരെ കുറഞ്ഞ സ്ഥലത്തിൽ മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുള്ളൂ. ദാറ്റ് ഈസ് വാട്ട്. ആൻഡ് therefore if inertia is due to far off matter, then we might well expect it to be different in different directions, so that the value of mass would depend on the direction of acceleration. അങ്ങനെയാണെങ്കിൽ ഒരു സ്ഥലത്തെ സ്പേസിലെ ഇനേർഷ്യ വളരെ ദൂരെയുള്ള സ്റ്റാർസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നെങ്കിൽ then we may expect it to be different in different directions. അങ്ങനെയാണെങ്കിൽ പല ഡയറക്ഷനിൽ പല ഇനേർഷ്യൽ പ്രോപ്പർട്ടി കാണിക്കേണ്ടി വരും. കാരണം പല ഡയറക്ഷനിൽ പല മാസസ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് പ്രപഞ്ചത്തിൽ. ദാറ്റ് മീൻസ് the same mass will produce different acceleration at different directions of the space, of the local space. So that value of mass would depend on the direction of acceleration. അങ്ങനെയാണെങ്കിൽ വീണ്ടും വെയിറ്റ്, മാസിന്റെ വാല്യൂ പോലും ഡിപ്പെൻഡ്സ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ. നോ സച്ച് എഫക്ട്സ് ഹാവ് എവർ ബീൻ ഒബ്സർവ്ഡ്. അങ്ങനെ ഒരു എഫക്റ്റും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ ലോക്കൽ സ്പേസിന്റെ ഇനേർഷ്യൽ പ്രോപ്പർട്ടി വളരെ ദൂരെയുള്ള സ്റ്റാർസിനെ ഫാർ ഓഫ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നെങ്കിൽ
പല ഡയറക്ഷനിലെ മാസും പലതാണ്. അങ്ങനെയാണെങ്കിൽ ഇനേർഷ്യൽ പ്രോപ്പർട്ടി ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കണം. പക്ഷെ അങ്ങനെ ഒരു ഒബ്സർവേഷൻ ലോകത്ത് എവിടെയും കണ്ടതായി നമുക്ക് കാണുന്നില്ല. ബട്ട് we come to the conclusion of this video by saying that inertia remains a mystery, and that is what, even though physics is growing day by day to understand, to unlock this mystery, until today this inertia remains as a mystery. We come to the end of